അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്നും പതിവ് പോലെ പുലർച്ചെ തന്നെ റജിനത്തയുടെ വീട്ടിലേക്ക് സൗദ ജോലിക്കെത്തിയിരിക്കുന്നു. വീട്ടിലെ ജോലികളെല്ലാം പതിവ് പോലെ കഴിച്ച് ബാക്കിയുള്ള നനച്ചുകുളിപ്പണിയെല്ലാം എടുത്ത് വൃത്തിയാക്കി അവൾ ഇത്ത എന്ന നാളെ വരാട്ടോ എന്ന് പറഞ്ഞു. അന്ന് അവിടെ നിന്നായിരുന്നു ളുഹറും അസുറുമെല്ലാം നിസ്കരിച്ചിരുന്നത്. മോളെ ചായ കുടിച്ചിട്ട് പോകാം എന്ന റജിനത്തയുടെ നിർബന്ധപ്രകാരം റജിനത്ത് ഉണ്ടാക്കിയ ചൂടുള്ള പഴംപൊരിയും ചായയും അവൾ കഴിച്ചു. മഗ്‌രിബ് ബാങ്ക് മുഴങ്ങുന്നു. പഠിച്ചോനെ ഇത്ത സമയം ഒരുപാടായി. ഞാൻ മോളെ ഇനിയിപ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്തില്ലേ, ഈ നിസ്കരിച്ചിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി, അതായിരിക്കും നല്ലത്. അല്ലത്ത, എനിക്ക് ഇനിയിപ്പോൾ കുറച്ചങ്ങോട്ട് നടക്കണ്ടേ, അപ്പോൾ ഇരുട്ടായി കഴിഞ്ഞാൽ മോളെ നീ എപ്പോഴും നടക്കണതല്ലേ. ഇത്ത എന്താ അറിയില്ല, ഞാൻ പോട്ടെട്ടോ. ആ സമയം അവൾ അപ്പോൾ തന്നെ ചായ കുടിച്ച് ഗ്ലാസ് കഴുകി വെച്ച് ബാക്കിയുള്ള പഴംപൊരി മൂടി വെച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നു. മോളെ നീ കഴിച്ചില്ലേ, എന്നാ ഇത് കുട്ടികൾക്ക് നാലെണ്ണം കൊണ്ടേക്കോ. റജിനത്ത അപ്പോൾ തന്നെ അത് പൊതിഞ്ഞു കൊടുത്തു. വേണ്ടിത്ത, വേണ്ട, മക്കൾക്ക് കൊടുത്തോളൂ, അവർക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ മോളെ, എന്നാ ചുട്ട് കഴിയണേ ഉള്ളൂ. റജിനത്ത നിർബന്ധിച്ചു. സമയം പഠിച്ചോനെ ഇരുട്ടായി തുടങ്ങി. മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. മോളെ നിസ്കരിച്ചിട്ട് പോവാ. ഏയ് വേണ്ടത്ത, ഞാൻ പോട്ടെ, ഞാൻ ഇനിയിപ്പോൾ നേരം വൈകിയാലേ ഇരുട്ട് കൂടും. അവൾ ആ തോട്ടത്തിലൂടെ നടക്കുകയാണ്. മോളെ എന്നാൽ റോട്ടിന് അല്ല എത്താ, വേഗം ഇത് വഴിയാകുമ്പോൾ കുറുക്ക് വഴിയൂടെ വീട്ടിലേക്ക് എത്താലോ, റോഡ് വഴിയാകുമ്പോൾ പിന്നെ അങ്ങനെ പോവേണ്ടി വരും. അങ്ങനെ അവൾ നടന്ന് പോകുന്നു. ഉണങ്ങിയ റബ്ബർ മരങ്ങൾക്കിടയിലൂടെ ആ ഒരു കരിയിലയിൽ ചവിട്ടി അവൾ നടക്കുന്ന ശബ്ദം പ്രത്യേകമായി പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ സമയം വീട്ടിൽ പഠിച്ചോനെ സൗദ് മഗ്‌രിബ് കൊടുത്തിട്ടും വന്നില്ലല്ലോ. ഇനിയിപ്പോൾ റജ്നാൻ്റെയോട് നിന്നിട്ടുണ്ടാവും, ഓള് പിന്നെ അവിടെ നിസ്കരിക്കലും ഓതലൊക്കെ ആണല്ലോ, അപ്പോൾ പിന്നെ മഗ്‌രിബ് കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. വാതിലെടുക്കട്ടെ. എന്തായാലും ഉമ്മ വാതിലടച്ചു. അവൾ നടന്ന വീടിനടുത്തേക്ക് എത്താനായപ്പോൾ അവളുടെ പിന്നിൽ നിന്ന് ഒരു കൈകൾ അവളെ മുറുക്കെ പിടിച്ചു. യാ അല്ലാ, എന്നെ വിടൂ പ്ലീസ്. ആരാണിത്? അറിയില്ല അല്ലേ, എന്നെ നിനക്ക് അങ്ങോട്ട് അറിയില്ല, എന്നെ പരിചയമില്ല അല്ലേ. കാര്യങ്ങളൊക്കെ ഞാനങ്ങ് അറിഞ്ഞു. അല്ലാ പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്താ ഈ സമയത്ത് എൻ്റെ പിന്നാലെ? നീ വരുന്നത് നോക്കിയിരിക്കായിരുന്നു. നിൻ്റെ വീട്ടിലൊന്ന് ഞാൻ പോയിരുന്നു, അവിടെ നീ ഇല്ല. അവിടെ ഇല്ലെങ്കിൽ നീ അവരുടെ വീട്ടിലായിരിക്കും, നിനക്ക് നന്നായിട്ടറിയാം. അവിടെ ജോലിക്ക് പോകുന്നതല്ലേ നീ. സൗദ, ഞാൻ നിന്നോട് പലവട്ടം പല കാര്യങ്ങളും ചോദിച്ചതാണ്, പക്ഷേ നിനക്കെന്നെ പുല്ല് വിലയായിരുന്നു. മക്കളില്ലേ, കുട്ടികളില്ലേ, ഭാര്യയില്ലേ എന്ന് പറഞ്ഞിട്ട് നീ അങ്ങ് തട്ടി മാറ്റിയിരുന്നല്ലോ. എന്താ സൗദ, എനിക്കെന്താ നിന്നെ കെട്ടാൻ പറ്റില്ലേ? പ്ലീസ് സത്താർക്ക, നിങ്ങളെന്നെ ഉപദ്രവിക്കല്ലേ. ഞാൻ പറഞ്ഞ കുട്ടിയെ, ഞാൻ എന്നോട് പലവട്ടം ചോദിച്ചാണ്. മോളെ നിൻ്റെ സൗന്ദര്യം കണ്ട് എനിക്കിഷ്ടപ്പെട്ടു, കുട്ടിയെ ഞാൻ കല്യാണം കഴിച്ചോട്ടെന്നുള്ളത് നിൻ്റെ വീട്ടുകാരോട് അടക്കി ഞാൻ ചോദിച്ചാണ്. പക്ഷേ അവരാരും അതിന് സമ്മതിച്ചില്ല. അതെങ്ങനെ നീ സമ്മതിക്കാതെങ്ങനെ? എന്താടി, ഇപ്പം നിനക്ക് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉള്ള ആളെ തന്നെ പറ്റിയല്ലേ? അത് തന്നെയാണ് വേണ്ടത് നിനക്ക് നിൻ്റെ മനസ്സ് ശരിയല്ല. അന്ന് ഞാൻ പലതവണ ചോദിച്ചാണ് ഈ കാര്യത്തെക്കുറിച്ച്. സൗദ, എൻ്റെ ജീവിതത്തിലേക്ക് പോര്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിന്നെ, എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. നീ ഇത്ര കഷ്ടപ്പെടേണ്ടി വരില്ല. നിനക്ക് വേണ്ടി ഒരു വീട് ഞാൻ പണിത് തരും, ഒരിക്കലും നീ കഷ്ടപ്പെടേണ്ടി വരില്ല. പല തവണ ഞാൻ ചോദിച്ചു. അപ്പോഴൊക്കെ നീ എന്താ പറഞ്ഞത്? പാവപ്പെട്ട ഭാര്യയാണ്, അവളെ കഷ്ടപ്പെടുത്താൻ എന്നെക്കൊണ്ടാവില്ല, അങ്ങനെയല്ലേ പറഞ്ഞത്? ഇപ്പം എന്താ, ഭാര്യയും മക്കളുള്ള ഒരുത്തനെ തന്നെ നീ കെട്ടാൻ തീരുമാനിച്ചു അല്ലേ? സൗദ, അതൊക്കെ നിനക്ക് വഴിയേ വരുമെന്ന് ഞാൻ വിചാരിച്ചതാണ്. സത്താർക്ക പ്ലീസ്, നിങ്ങളെന്തിനാ ഇവിടെ വെച്ചിട്ട് പിടിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ഉറക്കെ വിളിച്ച് കരയും. നീ അങ്ങ് കരയടി വേണേ, എനിക്ക് നിന്നോട് അത്രക്കും ഇഷ്ടമായിരുന്നു, പക്ഷെ നീ സമ്മതിച്ചില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് സങ്കടം ദേഷ്യമാണ് വരുന്നത് നിൻ്റെ കാര്യം ആലോചിച്ചിട്ട്. നീ ഇപ്പോൾ ഭാര്യയും മക്കളുള്ള ആളെ തന്നെ കെട്ടുന്നുണ്ടല്ലോ. അന്നത് പറഞ്ഞ് എന്നെ അങ്ങോട്ട് ഒഴിവാക്കി അല്ലേ, പക്ഷെ എൻ്റെ മനസ്സിൽ നീ ഉണ്ടായിരുന്നു. സത്താർക്ക പ്ലീസ്, എനിക്ക് നിങ്ങളോടൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ ഭാര്യയെ വിചാരിച്ചിട്ടാണ്. പാവം പെണ്ണാണ് നിങ്ങളുടെ ഭാര്യ മുനീറത്ത ഒരിക്കലും ഒരാളെയും ചതിക്കുന്ന ആളല്ല, നല്ല സ്വഭാവമുള്ള ഒരു പെണ്ണാണ്. 3 മക്കളാണ് നിങ്ങൾക്ക്. മുനീറത്തയെ കഷ്ടപ്പെടുത്താൻ എന്നെക്കൊണ്ടാവില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാനതിന് സമ്മതിക്കാതിരുന്നതും. അപ്പോൾ സൗദ, ഇപ്പോഴോ? ഇപ്പോൾ നീ കെട്ടാൻ പോകുന്ന ആൾക്കൊരു ഭാര്യയുണ്ട്, മക്കളുണ്ട്, അതും പിഞ്ചു മക്കളാണെന്ന് ഇവരെ കേട്ടറിഞ്ഞ് ഞാൻ. എങ്ങനെ? ആരാ പറഞ്ഞത്? അതൊക്കെ അറിയാനാണോ പ്രയാസം?
അതൊക്കെ ഞാൻ അറിഞ്ഞു. എങ്കിലും എന്നോട് നീ ഇത് ചെയ്യരുതായിരുന്നു കേട്ടോ. എന്താടി, നിനക്ക് ഇന്നും വേണമെങ്കിൽ അതിൽ നിന്ന് പിന്മാറാം. ഇപ്പോഴും ഞാൻ നിന്നെ സഹായിക്കാൻ തയ്യാറാണ്. എനിക്കതിനുള്ള കരുത്തുണ്ട്, അതിനുള്ള ക്യാഷുണ്ട്. എന്താ, പിന്മാറാൻ തയ്യാറായിക്കോ. എൻ്റെ കൂടെ ജീവിക്കാൻ നീ വരുന്നോ? അത്രക്കും നിന്നെ ഇഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാ. അവളുടെ കൈ അവൻ മുറുകെ പിടിക്കുന്നു. അവൾ കുതറി മാറുവാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അവൻ്റെ കൈകൾ മുറുക്കെ പിടികൂടുകയാണ്. ഹേയ് സത്താർക്ക, പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ വിളിച്ചു കൂവും, ആൾ കൂടും, നിങ്ങളാകെ നാണം കെടും. എന്നെ ദയവായി വിട്ടേക്കൂ, ഞാൻ ഒന്നിനുമില്ല. അപ്പം എന്താടി, നീ അത് പറ. എന്താ അത് പറ. ഞാൻ നിന്നോട് വിവാഹ അപേക്ഷിച്ചപ്പോൾ നീ എന്താ പറഞ്ഞത്? ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവിടെ കഷ്ടപ്പെടുത്താനാവില്ല എന്നല്ലേ? ഇപ്പം എന്തായി? ഭാര്യയും മക്കളുള്ള ഒരുത്തരത്തല്ലേ എടി നീ കല്യാണം കഴിക്കുന്നത്? പറയടി, തൊള്ള തുറന്ന് പറയടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സത്താർ അവളുടെ കവിളിണകൾ മുറുകെ പിടിച്ച് അമർത്തി. പറയടി, നിന്റെ വായ കൊണ്ട് പറ. നീ പറഞ്ഞത് എന്താ? ഇപ്പം നീ പ്രവർത്തിക്കുന്ന എന്താ? പെണ്ണായാലേ വാക്ക് പാലിക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കണം. അല്ലാതെ ഏതെങ്കിലും പണവും തൻ്റെടിയായ പണക്കാരൊക്കെയാണ് കാണുമ്പോഴേ, ആ പണത്തിൻ്റെ മഞ്ഞളിപ്പ് കാണുമ്പോഴേ അതിലങ്ങടി വീടനല്ല. മനുഷ്യനല്പം സ്നേഹം കൊടുക്കുന്ന വ്യക്തി ഏതാണെന്നാണ് നോക്കേണ്ടത്. അല്ലാതെ നിന്നെ കെട്ടാൻ പോകുന്ന ചെക്കൻ കുറച്ച് പണക്കാരനാണ്, വലിയ ബിസിനസ്സാണ്, സൗദിയിൽ വലിയ വലിയ മേഖലകളിലുള്ളതാണ്, വലിയ തറവാട്ടുകാരാണ് എന്ന് കരുതിയിട്ടേ കുറച്ച് പണം കുറഞ്ഞവരെ നീ അങ്ങ് തട്ടി മാറ്റരുത്. അതെനിക്കിഷ്ടമല്ല. എനിക്കുണ്ടടി പണം ആവശ്യത്തിന്. നിനക്കൊരു വീടുണ്ടാക്കി തരാനോ നിന്നെ അവിടെ താമസിപ്പിക്കാനുള്ള സാമ്പത്തികം ഇന്ന് എനിക്കുണ്ട്. നീ കരുതി കൊട്ടിക്കൊണ്ട് എന്നെ ഒഴിവാക്കിയ കാരണമല്ലേ? സത്താർക്ക, ദയവായി എന്നെ ഉപദ്രവിക്കരുത്. അവിടെ നിൽക്കടി. അവളതാ പിടിപിടിച്ചുകൊണ്ട് ആ റബ്ബർ തോട്ടത്തിലൂടെ ശക്തമായി ഓടുന്നു. അവിടെ നിൽക്കടി. നീ എങ്ങോട്ടാ ഓടുന്നത്? അവിടെ നിൽക്ക. അവളതാ എന്തിലോ തട്ടി വീഴുന്നു. കാടുവെട്ടിയ ആ ഒരു കുറ്റിയിൽ അവളുടെ ഡ്രസ്സ് തടഞ്ഞ് അവൾ വീഴുന്നു. അവളുടെ നെറ്റിപ്പൊട്ടി രക്തമൊഴുകുന്നു. അയാൾ ഓടിയെടുത്തു. എന്തു പറ്റി? എന്തെങ്കിലും പറ്റിയോ എന്ന് പറഞ്ഞ് സത്താർ ഓടിയെടുത്തപ്പോഴേക്കും അവൾ എഴുന്നേറ്റു. ദയവായി പ്ലീസ് സത്താർക്ക, എന്നെ ഉപദ്രവിക്കരുത്. എൻ്റെ വീട്ടുകാരെ സ്ഥിതി ആലോചിച്ചിട്ടെങ്കിലും. ഞാൻ പറഞ്ഞില്ലേ നിനക്കൊരു ജീവിതം ഞാൻ തരാമെന്ന്. നീ അതിന് സമ്മതിച്ചില്ല. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതാണ്. ഇപ്പോൾ നീ പ്ലീസ് എൻ്റെ അടുക്കലേക്ക് വരരുത് പ്ലീസ്. അവൾ ദാ നിന്നെ നെറ്റി പൊട്ടി ചോര ഒഴുകുന്നു. എന്തിനാ ഓടിയത്? പ്ലീസ്, അതൊക്കെ ഞാൻ ശരിയാക്കോളാം. പൊട്ടിയൊഴുകുന്ന അവളുടെ നെറ്റിയിൽ അയാളുടെ തുണി തന്നെ ചീന്തി അയാളതാ ഒരു കെട്ടിട്ട് കൊടുക്കുന്നു. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങളെന്തിനാ എൻ്റെ പിന്നാലെ വരുന്നത്? പോയിക്കോ മോളെ, രക്തം പോകുന്നുണ്ട്, വേഗം വീട്ടിൽ പോയി, അല്ലെങ്കിൽ വാ ഞാൻ കൊണ്ടാക്കാം ഹോസ്പിറ്റലിലേക്ക്. വേണ്ട, മരിച്ചാലും വേണ്ടില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. അവളതാ ഓടുന്നു. പെണ്ണേ ഓർത്തോട്ടോ, എനിക്ക് തരാത്തത് നീ മറ്റൊരാൾക്കോ വേണ്ടി കൊടുക്കാൻ പോകുന്നു. എനിക്ക് എൻ്റെ ഇഷ്ടമായിരുന്നു നീ. സത്താർക്ക പ്ലീസ് അടുക്കരുത്. മുനീറാത്ത പാവമാണ്. ആ ഇത്തയെ വഞ്ചിക്കാൻ എനിക്കാവില്ല. അവൾ ഓടി അതാ വീടിനടുത്തേക്ക് എത്തുന്നു. നെറ്റി തുടച്ചുകൊണ്ട് ആ ശീല മാറ്റിക്കൊണ്ട് ഉമ്മാ ഉമ്മാ അവൾ വാതിലിൽ മുട്ടുന്നു. പഠിച്ചോനെ, മോളാണ്. മോളെ എന്താ നേരം വൈകിയത്? ഞാൻ വിചാരിച്ച് നിസ്കരിച്ച് പോരാണെന്ന്. ഒന്നുമില്ല. അവളുടെ ഷാള് കൊണ്ട് മുറിവ് അതാ അമർത്തി പിടിച്ചിരുന്നു. മോളെ എന്തത്ര ധൃതി പിടിച്ച് ഓടി വന്നത്? ആക്കുമ്പോഴല്ലേ വരാറുള്ളത്? ഒന്നുമില്ലമ്മ. അവളത് കാണിച്ചില്ല. ഉമ്മയെ വിഷമിപ്പിക്കാനാവില്ല എന്ന് കരുതി സൗദ അതാ റൂമിലേക്ക് കയറി വാതിലടക്കുന്നു. കണ്ണാടിയിൽ നോക്കി. അതെ, ഒരു കുറ്റി തറച്ച പോലെയാണ് തോന്നുന്നത്. പഠിച്ചോനെ, ബ്ലഡ് നിൽക്കാൻ എന്ത് ചെയ്യും എനിക്കറിയുന്നില്ല. അവൾ എന്തൊക്കെയോ തുണിയൊക്കെ എടുത്ത് അമർത്തി പിടിക്കുന്നു. ഉമ്മ കണ്ടാൽ ചോദിക്കും. പഠിച്ചോനെ, ഒരു ഷാളെടുത്ത് അവൾ അമർത്തി കെട്ടുകയാണ് ചെയ്തത്. മോളെ, അപ്പം നീ നിസ്കരിച്ചിട്ടില്ലേ? ആ ഉമ്മ, ഞാൻ നിസ്കരിച്ചിട്ടില്ല. അതെന്താ പിന്നെ എത്ര നേരം വൈകിയത്? മഗ്‌രിബ് തെറ്റിയില്ല പെണ്ണെ. ഈ സമയത്ത് ഇങ്ങനെ പോരാൻ പാടുണ്ടോ? ഒന്നെങ്കിൽ നിസ്കരിച്ചിട്ട് പോരാതിന് മുമ്പ് പോരാനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നടക്കരുതെന്ന്. ഉമ്മയുടെ ആ ഒരു വാക്കുകൾ സൗദ കണ്ണീരിലാണ്. പഠിച്ചോനെ, എൻ്റെ ജീവിതം, നവാസ്കയോടടുത്തുള്ള ജീവിതം ഞാൻ സ്വപ്നം കണ്ടുപോയി. പഠിച്ചോനെ, ഇപ്പോഴേ തകർക്കാൻ ആരോ എന്തോ പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ ഒരിക്കലും സത്താറിനെ ഞാൻ കാണില്ലായിരുന്നു.
ആർക്ക് എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. സത്താർക്ക എന്നെ വെറുതെ വിടില്ലേ. നവാസ്കയുടെ കൂടെയുള്ള ജീവിതം, ആ മക്കളെ നോക്കിക്കൊണ്ട് ആ സ്വപ്നം കണ്ടു കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് പിന്മാറാൻ എനിക്കാവില്ല ഒരിക്കലും. അവൾ വാതിലടച്ച് കരയുകയാണ്. മോളെ സൗദ, ആകെ 2 റൂമുള്ള അതിൽ കുറ്റിട്ടിരുന്നപ്പോൾ എങ്ങനെ മോളെ? ഒന്നങ്ങോട്ട് പുറത്തിറങ്ങിക്കുക, മതി കഴിഞ്ഞില്ല നമസ്കാരം. അവൾ വേഗം അവളുടെ മുറിവ് മറച്ചു വെച്ചുകൊണ്ട് ഉമ്മയോട് ചിരിച്ച് പറഞ്ഞു, തട്ടം താഴ്ത്തി ഇട്ടുകൊണ്ട്. ആ ഉമ്മ എന്താടി നിസ്കരിച്ച് പോരായത്? അപ്പോൾ ഇത്ര മരിപ്പ് തെറ്റിയില്ലെൻ്റെ, വല്ലാത്തൊരു പുതുമ. നീ പോക്കി പോരുതിട്ട് ഇവിടുന്ന്. എപ്പോൾ പോയതാണ് ഇജ്ജ് ഇവിടുന്ന്? രാവിലെ ഒരു നേരമാണ് പോയതാണ്. എന്നാൽ പിന്നെ ഒന്നുകൊണ്ട് അസർ സ്കെച്ചിട്ടുണ്ടെങ്കിലും വരുമ്പോൾ മരിപ്പും കഴിഞ്ഞു, ഒന്നേരം ഇഷ്ടയിക്കുന്നുണ്ട് എത്തിയപ്പോൾ. ഇങ്ങനെയാണ് ഇജ്ജ് പോകണ്ടെങ്കിൽ മതി. പിന്നെ ഇജ്ജിൻ്റെ ഈ പോക്ക് ഇനി പോൽക്കൊന്നും പറ്റൂല. ഞാനിപ്പോൾ ഏതായാലും റെജിന എന്നല്ലേ കൊല്ലും വിളിക്കണമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് വിട്ട് തന്നാണ്. ഇനി പോകണ്ട ഇവിടുന്ന്, അതായിരിക്കും നല്ലത്. ഉമ്മ അത് പാവം റെജിനത്തിനോട് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞായിരുന്നു. അവളുടെ കൈകളിൽ കൊടുത്തിരുന്ന ആ പഴംപൊരിയുടെ പൊതി അതവൾ നേരെ ഉമ്മക്ക്. ഇതെന്താടി മണ്ണ് തീമലേ? ഇവിടെയൊക്കെ മണ്ണാണല്ലോ, ഇതെന്താ മണ്ണ്? എന്നോ അവൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. ആ കവറിൻ്റെ പുറത്ത് മണ്ണ് പുരണ്ടിട്ടുണ്ട്. ആ വീണ വീഴ്ചയിൽ എന്താ ഡ്രസ്സിലൊക്കെ മണ്ണുണ്ടോ? എന്തെൻ്റെ കുട്ടി വീണോ? ഉമ്മ ഞാനതിലിങ്ങോട്ട് പെട്ടെന്ന് ഓടി വരുമ്പോഴേ വീണു. പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടീനെ നെറ്റിയത് പൊട്ടിക്കണ്. എന്തേ ഉമ്മാൻ്റെ കുട്ടിക്ക് എന്തേ? ഉമ്മാൻ്റെ കുട്ടി എവിടെ വീണത് റബ്ബേ? എൻ്റെ കുട്ടി എല്ലാ പണിയും കഴിച്ച് കുളിയും കഴിഞ്ഞ് വരെയായിരിക്കുമല്ലേ. ഉമ്മ അത് തടഞ്ഞു വീണാണ്. മോളെ എന്തിനാണ് തോട്ടത്തിൽ കൂടെ വന്ന് നേരെ റോട്ടിന് വന്നാൽ പോരെ? റോട്ടിന് വരുമ്പോൾ അത്ര ദൂരമൊന്നും ഇല്ലല്ലോ, പോലെ വെളിച്ചമുണ്ട്. ഉമ്മ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് മഗ്‌രിബിന്. പടച്ച റബ്ബേ, ഞാൻ പറഞ്ഞിരിക്കണം അവിടെ കുണ്ടും കുയ്യൊക്കെ ഉണ്ടാവും, തോട്ടത്തിൽ കൂടെ വരരുത് നേരെന്ന്. കാടൊക്കെ വെട്ടിയതാണല്ലോ. കാട് വെട്ടിയാലും ഇല്ലെങ്കിലും അവിടെ എന്തിനാ കുറ്റിയൊക്കെ ഉണ്ടാവേ? എന്താ കിട്ടി പഠിച്ചവനെ പറ്റിയത് റഹ്മാനെ? ബ്ലഡ് തിന്നിട്ടില്ല എപ്പോഴും. പഠിച്ചവനെ നല്ലൊരു കൊയ്യായിട്ടുണ്ടല്ലോ. എടി എന്ത് കൊമ്പ കുത്തി കയറിക്കണ്. അല്ല ഇനി പോല് കാണാൻ വരാനൊക്കെ സമയമായി. 1.5 ആഴ്ചൻ്റെ ഉള്ളിൽ ഓലും ഇങ്ങോട്ട് എത്തൂലേ? അപ്പോൾ ഉമ്മ അതൊന്നും സാരല്ല. സത്താർക്ക് തടഞ്ഞതും പറഞ്ഞതും ഒന്നും തന്നെ സൗദ പറഞ്ഞില്ല. ഒരിക്കലും ഉമ്മയെ വിഷമിപ്പിക്കാനാവില്ല എന്നായിരുന്നു അവൾ വിചാരിച്ചിരുന്നത്. തൻ്റെ മനസ്സിലെ വിഷമം, ദുഃഖം അതവിടെ തീർക്കാം. സത്യം പറഞ്ഞാൽ പല മരുന്നുകളും ഉമ്മ പുരട്ടി കൊടുക്കുന്നു. മോളെ ഒന്ന് ആശുപത്രിയിൽ, ഏയ് അതൊന്നും വേണ്ടമ്മ, ജസ്റ്റ് ഒന്ന് തടഞ്ഞു വീണുന്ന് കരുതിയിട്ട് അവൾ പെട്ടെന്ന് തൻ്റെ കൈ ഇങ്ങനെ പിരിക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ എന്തോ ഒരു തടിപ്പ് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. എന്താ മോളെ കയ്യും കുത്തി വീണോ? ആ അതുമ്മ ജസ്റ്റ് അറിയാതെ ഇങ്ങനെ, ആ കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെ കുറച്ച് തേയ്ത്തന്നെ തേച്ച് കഴിഞ്ഞാൽ മതി, ശരിയായിക്കോളും. ആ എന്നാൽ അത് തേച്ചു ഈ മോളെ. പക്ഷേ അതല്ലായിരുന്നു, സത്താർക്ക മുറുകെ പിടിച്ചതായിരുന്നു അവളുടെ കയ്യെ. അതാണ് അവൾക്ക് വേദന അനുഭവപ്പെട്ടത്. സത്യം പറഞ്ഞാൽ അവൻ കുറച്ചു മുമ്പേ സൗദിയോട് വിവാഹാലോചന നടത്തിയതാണ്. പക്ഷേ പാവം മുനീറത്ത എന്ന ഒരു ഭാര്യയുണ്ട് അവർക്ക്. വളരെയധികം പാവപ്പെട്ട ഒരു പെണ്ണാണത്. കാരണം സൗന്ദര്യം കുറച്ച് കുറവാണ്, കുറച്ച് മെലിഞ്ഞിട്ടുമാണ്. അതുകൊണ്ട് തന്നെ സത്താർക്കയുടെ നിരന്തരമായുള്ള പരിഹാസത്തിന് അവൾ അടിമയായിരുന്നു. 3 കുട്ടികളുണ്ട്. പക്ഷേ പലപ്പോഴും അവൻ അവളെ ഒറ്റപ്പെടുത്തുമായിരുന്നു. അവളുടെ മുമ്പിൽ വെച്ച് തന്നെ പലവട്ടം പറയും, ഡി മുനീറ, ഓരോ പെണ്ണുങ്ങളെ കണ്ടില്ലേ ചോരത്തളപ്പുള്ളേ, എന്താടി ഇങ്ങനായി പോയത്? ഉണങ്ങി പറ്റിയൊരു സാധനം തിന്നാൻ ഞമ്മടെ കൊടുന്നിടായിട്ടല്ലോ. എൻ്റെ തടി നന്നാക്കി ഇപ്പം ആരും കുറ്റ? എൻ്റെ കൂടെ എന്നെ കൊണ്ട് നടക്കാൻ കഴിയൂല. എല്ലാവരും ചോദിക്കും, ഇതാണോടാ എൻ്റെ ഭാര്യ? എന്തടാ ഇതിന് തിന്നാനൊന്നും കൊടുക്കില്ലേ? മുനീറ, സത്യം പറഞ്ഞാൽ എനിക്ക് നാണക്കേടാണ് എൻ്റെ കൂടെ നടക്കുന്നത്. ഈ എൻ്റെ കൂടെ വരുന്നത് എനിക്ക് നാണക്കേടാണ്. എൻ്റെ മക്കളെ ഉണ്ടായതുകൊണ്ട് ഞാൻ കൊണ്ട് നടക്കുന്നേ ഉള്ളൂ. പലപ്പോഴും അവൾ വിചാരിക്കാറുണ്ട്, പഠിച്ചോനെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരു ഫോട്ടോയെങ്കിലും. പലരും അതൊക്കെ സ്റ്റാറ്റസ് ഇടാറും അതൊക്കെയുണ്ട്. പക്ഷേ അതൊന്നും വേണ്ടില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് കൂടെ നിന്ന് അല്പസമയം ഒന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുക, ഒന്നും വേണ്ട, സ്നേഹത്തോടെ ഒരു വാക്ക്. അതൊക്കെ മാറ്റിയിട്ട് എത്രയോ മാസങ്ങളായി. സത്താർ മനസ്സിൽ വിചാരിച്ച ഒരു പെണ്ണുണ്ട്. 4 പെൺകുട്ടികളുള്ള ആ ഒരു ചെറിയ വീട്ടിലെ സൗദ സുന്ദരിയാണ്. ആവശ്യത്തിന് തടിയും വലുപ്പവും ഭംഗിയുമുള്ള പെൺകുട്ടി. അവളെ അങ്ങ് ഞാൻ കെട്ടട്ടെ എന്ന് പലതവണ മുനീറയോട് പറഞ്ഞിട്ടുണ്ട്. മുനീറ എന്താ ഇക്ക? അതെ, എൻ്റെ മനസ്സിലൊരാഗ്രഹം.
ഞാനൊരു പെണ്ണ് കെട്ടാൻ വിചാരിച്ചാലോ? അവൾ മൗനം പാലിക്കും. ഇക്ക നിങ്ങൾ എന്തേ പറയണത്? നമുക്ക് 2-3 മക്കളില്ലേ? അതിനെന്താടി, മക്കള് പെണ്ണ് കെട്ടുന്നതിന് തടസ്സാവില്ലല്ലോ. അതല്ല, മക്കള് കല്യാണത്തിന്റെ കാര്യക്കായി വരുമ്പോ ബാപ്പാക്ക് 2 പെണ്ണുങ്ങളെന്ന് പറയുമ്പോ അതൊരിക്കലും. ഓഹോ, അങ്ങനെയാണോ? അതുകൊണ്ടാണോ നിനക്ക് സമ്മതമല്ലാത്തത്? അല്ലെങ്കിൽ ആദ്യ ഭാര്യയുടെ സമ്മതം ചോദിച്ചിട്ട് ആരെങ്കിലൊക്കെ എന്തൊക്കെ ചെയ്യടി? ഇക്ക ഞാൻ എന്താ പറയാനാ? എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സൗന്ദര്യ സങ്കല്പം അതെനിക്കില്ലല്ലോ. ഞാൻ പറ്റ മെലിഞ്ഞവളാണ്, കറുത്തവളാണ്. നിനക്ക് തന്നെ അറിയാലേ അതൊക്കെ. പക്ഷെ എനിക്കൊന്നും ഉറപ്പുണ്ട്, നമ്മുടെ കല്യാണ ഫോട്ടോ എടുത്തു നോക്ക്. ഞാനിവിടെ വന്നപ്പോൾ ആവശ്യത്തിന് തടിയുണ്ടായിരുന്നു, നിറമുണ്ടായിരുന്നു, ഭംഗിയുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയതിന് ശേഷം, നിങ്ങളുടെ കൂടെയുള്ള ജീവിതത്തിന് ശേഷമാണ് ഞാൻ ഇത്രമാത്രം ശോഷിച്ചത്. അതെന്താ, അനക്കാൻ തിന്നാൻ തല്ലില്ലേ? ഇല്ല, തിന്നാൻ തരാഞ്ഞിട്ടല്ല, മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ട്. എൻ്റെ മനസ്സമാധാനം എന്നോ നഷ്ടപ്പെട്ടു. മുനീറ, മിണ്ടരുത്, അനാവശ്യം പറയരുത്. ഞാൻ പറയുന്നില്ല. നിങ്ങൾ പലതവണയായി എന്നോട് ഈ ചോദ്യം ചോദിക്കുകയാണ്. എന്തിനാ, അല്ലെങ്കിൽ എൻ്റെ സമ്മതം? അതെ, എന്തിനാ നിൻ്റെ സമ്മതല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഞാൻ ആ സൗദയെ കെട്ടിക്കോട്ടെ? നീ എനിക്ക് ഉത്തരം ഒന്ന് തന്നാൽ സന്തോഷകരമായി. അവളെ ഞാൻ നിക്കാഹ് കഴിച്ച് കൊണ്ടുവരും. നിങ്ങളെ ഇഷ്ടം പോലെ എന്താ ചെയ്തോളി, ഞാനും എൻ്റെ മക്കളും ഇവിടെ കഴിഞ്ഞോളാം. മുനീറത്തയുടെ വേദനയേറിയ മറുപടി അതായിരുന്നു. അത് നന്നായി സൗദക്കറിയാം. മുനീറത്ത ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അയാളുടെ മുമ്പിൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സൗദക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു സത്താർക്ക ഓരോ തമാശയൊക്കെ പറയുമ്പോഴും. ഈ കാര്യങ്ങളെല്ലാം മുനീറത്ത സൗദയോട് പറയാറുണ്ടായിരുന്നു. അവർ വല്ലപ്പോഴുമൊക്കെ കാണുമ്പോൾ, എന്തെങ്കിലും തയ്ക്കാൻ വേണ്ടി സൗദയുടെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ അവർ പറയുമായിരുന്നു, മോളെ എടി, ഒരു കണക്കിന് നോക്കുമ്പോൾ കല്യാണം കഴിക്കാതിരിക്കാൻ നല്ലത് തോന്നും. ഈയൊക്കെ ഒരാൾ കീഴിൽ ജീവിക്കണ്ടല്ലോ. അനക്കൊന്നും കല്യാണം കഴിക്കാത്തതുകൊണ്ട് അതില്ലല്ലോ. എന്തെത്താ നിങ്ങളെ പ്രശ്നം എന്താ? ഒന്നുമില്ലടി, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് ഓരോ ഭാഗ്യം പോലെയാണ്. പക്ഷേ ചിലവരെ ജീവിതമാണെങ്കിൽ എന്നും കഷ്ടപ്പാടായിരിക്കും. ഇത്ത കാര്യം പറയോ, വിഷമിക്കാതെ. ഒന്നുമില്ലടി, ഉപ്പച്ചി സത്താർക്ക മൂപ്പർക്ക് പലപ്പോഴും പല സ്വഭാവം. മറ്റു പെണ്ണുങ്ങളോടൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അല്ലാതെ എന്നോടൊന്നും അങ്ങനെയൊന്നും സ്നേഹത്തോട് സംസാരിക്കേ ഒന്നും പറയാറില്ല. നീ എന്താ ഉണക്കമാന്തള പോലെ, തീരെ ഭംഗിയില്ല, കളറില്ല എന്നൊക്കെ പറഞ്ഞു മോളെ. എപ്പോഴും ഒരിക്കലും ഭർത്താവിനെ കുറ്റം പറയാൻ പാടില്ല. പക്ഷെ സഹി കെട്ടിട്ടാണ് മോളെ. നിന്റെ പോലെയുള്ള ജീവിതമാണ് എപ്പോഴും നല്ലത്. എനിക്ക് ഒരാളുടെ കേൾക്കണ്ടല്ലോ. എൻ്റെ വീട്, എൻ്റെ വീട്ടുകാർ, എൻ്റെ ജോലി, അതൊക്കെയല്ലേ ഇത്താ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് കുഴപ്പമില്ല. എൻ്റെ താഴെ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് അതൊരു ഭീഷണിയല്ലേ? കാരണം ഞാൻ ഒന്നൊഴിഞ്ഞു കൊടുത്തെങ്കിലല്ലേ മറ്റുള്ളവർക്ക്. ഞാൻ എത്രയോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ താഴെയുള്ള അനിയത്തിയോട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവളൊന്നും സമ്മതിക്കൂല. അതാണ്. എന്നാലും മോളെ, ഒരാളെ പറച്ചിൽ കേൾക്കണ്ടല്ലോ. എനിക്ക് മോളെ, അത് എപ്പോഴും എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ എനിക്ക് പേടിയാണടി. സത്താർക്ക് ഇഷ്ടം പോലെ കൊണ്ടുവന്ന് തരും, വാരി വലിച്ചിടും. ഇഷ്ടം പോലെ ഫുഡും കാര്യങ്ങളും അതൊക്കെ ഓക്കെയാണ്. എനിക്കും എൻ്റെ മക്കൾക്കും ഇഷ്ടമല്ല പോലെ തിന്നാൻ വാരി വലിച്ച് കൊണ്ടുവന്നിടും. പക്ഷേ ചില നേരത്തെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഞാനാകെ ഇടങ്ങാറായി പോവും. ഇയാളുടെ കൂടെ മരിക്കോളം ജീവിക്കണമല്ലോ, പഠിച്ചോനെ എങ്ങനെയെന്ന് വരെ ചോദിച്ചു പോവും എൻ്റെ മനസ്സിനോട് തന്നെ. അങ്ങനെയൊക്കെയാണ് എൻ്റെ സ്ഥിതി. മുനീറത്തിയുടെ ആ ഒരു സങ്കടം കലർന്ന വാക്കുകൾ അത് സൗദയുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് പിടിച്ചു കുലുക്കിയിരുന്നു. എന്നാൽ പല തവണകളിലായിട്ട് സൗദയോട് സത്താർ ഈ ഒരു കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പലപ്പോഴും അവളെ അവിടെ നിന്നും ഇവിടെ നിന്നും കാണുമ്പോഴെല്ലാം പറയും, സൗദ ഡേറ്റ് ആയോ നിനക്ക് പറയാനുള്ള? ഒന്ന് പറയടി, നിന്റെ ഒരു സമ്മതത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. സത്താർക്ക ഒന്ന് പോയേ. നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് ഭാര്യയും മക്കളും ഇല്ലേ? ഭാര്യയും മക്കളുള്ള ഒരാളാണോ ഈ രീതിയിൽ ഒരു കെട്ടിക്കാത്ത പെണ്ണിനോട് സംസാരിക്കുന്നത്? പലപ്പോഴും അവൾ ചൂടാവാറുണ്ടായിരുന്നു. ഓ, നീ വലിയ ന്യായക്കാരിയാണല്ലേ. ന്യായക്കാരിയായിട്ടല്ല, മുനീറത്തെയും മക്കളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തിനാ മറ്റൊരു ബന്ധം ആഗ്രഹിക്കുന്നത്? ഇത് ശരിയാണോ? കെട്ടി പെണ്ണിനെ ആദ്യം നോക്ക്, എന്നിട്ടാ മറ്റുള്ളതിനെ നോക്കല്. അന്ന് അവൾ പറഞ്ഞതിന് പകരമായിട്ടാണ് ഇപ്പോൾ സത്താർ അതറിഞ്ഞപ്പോൾ അവൾ വരുന്ന വഴി തടഞ്ഞത്.
അവൻക്കറിയാമായിരുന്നു. ആദ്യം വീട്ടിൽ പോയിരുന്നു എന്തോ ഒരു ആവശ്യത്തിന്. അവൾ അവിടെ ഇല്ല, റജിനത്തിയുടെ വീട്ടിലാണെന്ന് അറിഞ്ഞപ്പോൾ വരുന്നത് വരെ കാത്തിരുന്നു. അതാണ് സംഭവിച്ചത്. അവൾ തോട്ടം വഴിയാണ് വരുന്നത് എന്ന് കണ്ടപ്പോൾ സത്താറ് അവിടെ നിന്നതാണ്. ഒന്നും കൂടി ഇരുട്ടായി കഴിഞ്ഞാൽ സംഭവം അവളോടുള്ള പക വീട്ടാം എന്ന് കരുതിയിട്ട് തന്നെയാണ് അവൻ വന്നത്. അങ്ങനെയാണ് അവൾ വരുന്ന വഴി തടഞ്ഞ് പറഞ്ഞത്, സൗദ, ആഹാ നീയേ ആള് കൊള്ളാലോ, മക്കളുണ്ട് ഭാര്യയുണ്ട് എന്നതിൻ്റെ പേരിൽ എന്നെ നിന്നെ നിക്കാഹ് കഴിക്കാൻ സമ്മതിച്ചില്ല. ഇപ്പതോ ഏതോ ഒരുത്തൻ മക്കളുണ്ട് ഭാര്യയുണ്ട്, അതിന് നീ സമ്മതിക്കാൻ മിടുക്ക് കാണിച്ചല്ലോടി. അതേടി, നീ പിടിച്ചത് പുളിങ്കൊമ്പാണ് അല്ലേ, പണം കായ്ക്കുന്ന പുളിങ്കൊമ്പ്, അതാണ് നീ പിടിച്ചത്. അതുകൊണ്ട് അങ്ങ് സമ്മതിച്ചു. നമ്മൾ അത്ര പണമില്ലാത്തവര്, എങ്കിലും നിന്നെ പോറ്റാനും നിനക്ക് വീടുണ്ടാക്കാനുള്ള സാമ്പത്തികം എനിക്കുണ്ട്. അവൻ ഉച്ചത്തിലായിരുന്നു അത് പറഞ്ഞത്. അവൾക്കതൊട്ടും താല്പര്യമില്ല. അവൾ അങ്ങനെയാണ് അവൻ്റെ അടുക്കൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. അപ്പോഴും അവളുടെ മനസ്സിൽ മുനീറത്താത്ത മാത്രമായിരുന്നു. പാവം മുനീറാത്ത എത്ര വിഷമിക്കുന്നുണ്ടാവും തൻ്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും പാവം ആ സ്ത്രീയെ വിചാരിച്ചിട്ട് ഞാൻ ഒരിക്കലും ചതിക്ക് കൂട്ടു നിൽക്കില്ല. അങ്ങനെ ഉറച്ച വിശ്വാസത്തോടെയായിരുന്നു സൗദ അത് പറഞ്ഞത്. സംഭവങ്ങളൊന്നും വീട്ടിൽ അറിയുന്നില്ല, ഉമ്മയോട് പറഞ്ഞിട്ടുമില്ല. ഉമ്മയോട് ഇതിനെക്കുറിച്ച്, ഈ ഒരു കാര്യത്തെക്കുറിച്ച് മൂപ്പര് പറഞ്ഞിരുന്നു. അതെ, ഇങ്ങളെ മോളെ ഞമ്മക്കണ്ട് കെട്ടിച്ചെന്നൂടെ താത്ത, നമ്മൾ പൊന്നുപോലെ നോക്കൂലേ മോനെ, അനക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ളതല്ലേ, ഓല നല്ലപോലെ നോക്ക്, എന്നിട്ടല്ല എനിക്ക് വേറെ രണ്ടാമത്തെ പെണ്ണ്. ഉമ്മ അത് പറഞ്ഞ് അവനെ കളിയാക്കി വിട്ടിരുന്നു. ആ ദേഷ്യവും എല്ലാം കൂടി കൂടിയിട്ടാണ് സത്താറ് ഇന്ന് ഇളകി ഈ കാര്യമെല്ലാം അവളോട് പറഞ്ഞത്. സൗദക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. റബ്ബേ പഠിച്ചവനെ, നല്ല രീതിയിലൊരു വിവാഹം ഉറപ്പിച്ചു വന്നതാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമോ ആവോ. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാൽ നവാസ്ക എത്തും, എന്നെ കാണാൻ വരും, നിക്കാഹ് നടത്തും എന്നുള്ള പ്രതീക്ഷയൊക്കെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അല്ലാ, യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാവരുതേ. അവളുടെ മനസ്സിൽ അതായിരുന്നു പ്രാർത്ഥന. എന്നെ പുറത്ത് കണ്ടാൽ സത്താറ് വെറുതെ വിടില്ല എന്നും അവൾക്ക് അറിയാമായിരുന്നു. പാവം മുനീറാത്ത, അതൊരു മനുഷ്യ സ്ത്രീയാണല്ലോ, എത്ര വേദനകളും വിഷമങ്ങളും അനുഭവിക്കുന്നതാണ്. എന്നാൽ ഈ സമയം മുനീറാത്തയുടെ വീട്ടിൽ സത്താർ എന്ന ദേഷ്യത്തോടു കൂടിയാണ് മുനീറാത്തയുടെ അടുക്കലേക്ക് കടന്നു വന്നത്. കണ്ണിൽ കണ്ടതെല്ലാം വലിച്ചിടുകയാണ്. അല്ല മനുഷ്യ, നിങ്ങൾക്കിത് എന്ത് പറ്റി? നീ ഒന്ന് പോടി പെണ്ണേ, നീ എന്താ എന്നോട് ഇതൊക്കെ ചോദിക്കാൻ? ഇത് എൻ്റെ വീട്, ഞാൻ വാങ്ങിയ സാധനങ്ങൾ. അതല്ല, ഞാൻ ചോദിച്ചെന്ന് മാത്രം, കണ്ണി കണ്ടതൊക്കെ നശിപ്പിക്കണം എന്തിനാ? ഒന്നുമില്ല. സത്താറിൻ്റെ മനസ്സിൽ നടക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദേഷ്യം പ്രകടിപ്പിക്കൽ സ്വാഭാവികമാണ്. നിനക്കെന്താ, വല്ല കാര്യം അറിയോ? ഇല്ല. എന്താ? അറിയില്ല അല്ലേ? അതേ, നിനക്കൊരു സന്തോഷ വാർത്ത കൂടിയാണ്, ഞാനതായിട്ടാണ് വന്നത്. എന്താ കാര്യം നിങ്ങൾ പറയോ, എന്നിട്ട് നശിപ്പിച്ചാൽ പോരെ സാധനങ്ങളൊക്കെ? ഞാൻ പറയാം. അതേ, ഞാൻ ഒരുപാട് കാലത്തിൻ്റെ മനസ്സത്തെ ആഗ്രഹമായിരുന്നു സൗദയെ കിട്ടുള്ളത്. പക്ഷെ നീയായിട്ടതിന് സമ്മതിച്ചില്ല. മനുഷ്യ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ, ഞാനും എൻ്റെ മക്കളൊരു ഭാഗത്ത് കഴിഞ്ഞോളാം ഞാൻ പറഞ്ഞതല്ലേ. അവളെന്താ എന്ന് പറഞ്ഞിരുന്നത്? മക്കളുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, കുടുംബം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴിതാ ആ ചെറ്റ പെണ്ണ് കെട്ടാൻ പോകുന്നത്. കാരണം നിനക്കറിയോ, 2 മക്കളും ഭാര്യയുള്ളൊരു ഭർത്താവിനെ. അതിനെന്താ മനുഷ്യ ഇങ്ങക്ക്? ഓള് കല്യാണം കഴിച്ചോട്ടെ, അതിനെന്താ ഇങ്ങക്ക്? നിങ്ങളെന്തിനാ മനുഷ്യ അതിന് കലി തുള്ളണത്? ഓൾക്ക് ഓളെ ജീവിതം ഓൾ തിരഞ്ഞെടുത്തു, അതിനെന്താ? അവളെന്താണ് പറഞ്ഞിരുന്നത്? മക്കളുള്ളവരെ പരിഗണിക്കൂല, ഭാര്യയുള്ളവരെ പരിഗണിക്കൂല. എന്നിട്ടിപ്പോളേ അതിനിപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ ചൂടായിട്ടെന്താ? അവള് പരിഗണിക്കേണ്ടി തോന്നിയിട്ടുണ്ടാവും. അതൊന്നുമില്ലടി, പണമുള്ള വലിയൊരു പുളിങ്കൊമ്പാണ് അവൾ പിടിച്ചത്. വെറുതെ ഒന്നല്ല, പണക്കാരനെ കണ്ടപ്പോൾ ഓളങ്ങ് ഓക്കെയായി. നമ്മൾ ഇച്ചിരി കുറഞ്ഞതാണല്ലോ, അപ്പോൾ അവൾ സമ്മതിച്ചില്ല. നിങ്ങൾ എന്നോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളി എന്നുള്ളത്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂല. നീ പറഞ്ഞാൽ കേൾക്കാൻ ഞാനെന്താടി നിൻ്റെ വേലക്കാരനോ? അടങ്ങിയതും ഇവിടെ നിന്നോണം, പറയുന്നതും കേട്ടിട്ട്. ചേലും കോലും കണ്ട പൊട്ടക്കണറ്റിൽ കൊണ്ടുപോയിടാൻ തോന്നും. ആയിക്കോട്ടെ, കറുത്തവർക്കും ഇവിടെ ജീവിക്കണമല്ലോ, കറുത്ത ആളുകൾക്കും ഇവിടെ ജീവിക്കണം. അല്ലാതെ വെളുത്തവരെ പേടിച്ച് ആത്മഹത്യ ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല. ഒരിക്കലും എനിക്കതിന് കഴിയില്ല. എന്നാൽ ഞാനായിട്ട് തന്നെ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിടേണ്ടി വരും. ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. എനിക്ക് നിങ്ങൾ എന്നെ കൊല്ലേ, കിണറ്റിൽ കൊണ്ടുപോയിടുകയെ, മുങ്ങി താഴ്ത്തി കൊല്ലേ, എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല.
പടച്ച റബ്ബുണ്ട് എൻ്റെ കൂടെ. ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് എവിടെയെങ്കിലൊക്കെ ജീവിച്ചോണ്ട്, എന്നാലും പേടിച്ചിട്ട് കറുത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ എന്നെ കിട്ടൂല. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ സുഖമായി കഴിയാനായിരിക്കുമല്ലേ? അതെൻ്റെ ഇഷ്ടം. ഞാൻ ഇഷ്ടമുള്ളവരെ കെട്ടി ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും. അതൊന്നും നീ നോക്കണ്ട. എന്നാൽ പിന്നെന്താ, ഞങ്ങളെ കഷ്ടപ്പെട്ടെടുത്തായിരുന്നാൽ മതി, ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം. എന്നിട്ട് എനിക്ക് വെച്ച് വിളമ്പി തരാനാണടി ഇവിടെ? എൻ്റെ തലക്കാനാരാ? നിങ്ങൾക്കൊരു വേലക്കാരിയല്ലേ വേണ്ടത്? വേലക്കാരിയുടെ റോളല്ലേ എനിക്കിവിടെ ഉള്ളത്? ആദ്യം നിർവഹിക്കുന്നു. നീ എനിക്കൊരു വേലക്കാരി, ഇനി എനിക്ക് വേണ്ടത് ഒരു ഭാര്യയാണ്. സുന്ദരിയായ ഒരു ഭാര്യ, തടിയും നിറവും കളറും ഒക്കെ ഉള്ള അടിപൊളിയായ ഒരു ഭാര്യ. എന്താ നിനക്ക് കണ്ണ് പിടിക്കോ? ഞാനെന്ത് പറയാനാ? ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലല്ലേ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ എതിർക്കും, നിങ്ങൾ എന്നെ തല്ലാൻ വരും. അതുകൊണ്ട് നിങ്ങളുടെ ഒരു കാര്യത്തിനും ഞാൻ ഇടപെടുന്നില്ല. ഇവിടെ ഞാൻ എൻ്റെ മക്കളെ നോക്കി ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്ത് വെച്ച് വിളമ്പി ഇവിടെ ജീവിച്ചോളാം. അവൾ കരഞ്ഞുകൊണ്ട് അത് പറയുകയായിരുന്നു. എന്നാൽ ഈ സമയം അതാ സൗദ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. പഠിച്ചോനെ, ചില ആണുങ്ങളുണ്ട് അങ്ങനെ, ചില പെണ്ണുങ്ങളുണ്ട്. അള്ളാഹുവേ, ഇങ്ങനത്തെക്കൊക്കെ നല്ല ശിക്ഷ കൊടുക്ക് റഹ്മാനെ. കാരണം എനിക്കൊരിക്കലും ആഗ്രഹമില്ല. പക്ഷേ എനിക്ക് നവാസ്കയുടെ കാര്യം, അതാ ഉമ്മയും ആ ഉമ്മയുടെ അനിയത്തിയും എല്ലാവരും കൂടി ഉമ്മയോടും ഒക്കെ പറഞ്ഞതാണ്. പക്ഷേ ആ പെണ്ണ് ഒരുപാട് കഷ്ടപ്പെടുത്തുകയാണ്. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് നവാസ്കയുടെ സ്വന്തം ഭാര്യയായ ഫസീല എന്ന പേരുള്ള ആ സ്ത്രീ തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ആ മക്കൾക്കും അവർക്കും സുഖമായി ജീവിക്കാലോ എന്ന് തന്നെയാണ്. ഒരാളെയും മനസ്സ് വെറുപ്പിക്കുവാനും കഷ്ടപ്പെടുത്തുവാനും സൗദ ആഗ്രഹിക്കുന്നില്ല. സൗദക്ക് താല്പര്യമില്ല. കുടുംബം ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണം, അവിടെ സ്വർഗമായിരിക്കും. മോളെ ഇന്നെന്താ മോളെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങലും ഓരോന്ന് ചെയ്യലൊക്കെയാണല്ലോ. ഒന്നുമില്ലമ്മ, എൻ്റെ കുട്ടിക്ക് എന്തോ പറ്റിക്കണല്ലോ, പഠിച്ചതിനെ മുറി നീർന്നുണ്ടാവൂലേ. ഇനി ഞാൻ റജിനത്തോട് വിളിച്ചൊന്ന് പറഞ്ഞോളാം. നിങ്ങൾ ഇനിയിപ്പോൾ നാളെ 2 ദിവസത്തിനുള്ളിൽ വരൂല എന്നുള്ളത്. വേണ്ടുമ്മ, എന്തിന്? ഒന്നും വിളിച്ച് പറയണ്ട. അതെൻ്റെ കൈമോശം കൊണ്ടാണ്. ഞാനാണ് എനിക്ക് മുറിവ് വരുത്തിയത്. അല്ലെങ്കിലും അതുവഴി ഓടാനൊന്നും പാടില്ലായിരുന്നു. നീ എന്തിനാ ഓടിയത്? അതല്ല, വേഗം എത്താൻ വേണ്ടിയിട്ട്. എന്തിനാ മോളെ? ഞാൻ പറഞ്ഞിട്ടില്ലേ മഗ്‌രിബ് നിസ്കരിച്ചിട്ടോ അല്ലെങ്കിൽ മുമ്പോ വരണമെന്ന്. മഗ്‌രിബ് നിസ്കരിക്കാതെ ആ നേരത്തെ കയ്യിൽ കൊണ്ട് വന്നിട്ടേ പേടി പിടിച്ചതായിരിക്കും. അറിയില്ലമ്മ, അതൊന്നും സാരല്ല. അവളുടെ മനസ്സാകെ വേദനിക്കുന്നുണ്ടായിരുന്നു. അവൾ ആഗ്രഹിച്ചത് നവാസ്കയുടെ കൂടെയുള്ള ജീവിതം മാത്രമായിരുന്നു. പഠിച്ചോനെ, അതിന് തടസ്സമുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുതേ. അല്ലാ കാത്തു രക്ഷിക്കണേ. സത്താർക്ക പിടിച്ച് കൈ മുറുക്കി പിടിച്ച ആ കൈ നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ശക്തമായ കൈകൾ കൊണ്ട് കൈ മുറുകെ പിടിച്ചിട്ട് വിടുന്നില്ലായിരുന്നു. കുതിര ഓടുകയായിരുന്നു. അതിനിടക്കാണ് കവിളിലും പിടിച്ചമർത്തിയത്. പറയടി, പറ സൗദ എന്ന് പറഞ്ഞ് എൻ്റെ കവിളും വല്ലാതെ വേദനിക്കുന്നു. പഠിച്ചോനെ, കേസ് കൊടുത്താൽ അതിനായിട്ട് നടക്കേണ്ടി വരും. പിന്നെ എൻ്റെ കുടുംബം, നാട്ടുകാർ എല്ലാം അറിയും. പിന്നീട് പറയും അതൊന്നും പറയാൻ പറ്റില്ല, കെട്ടിക്കാത്ത പെണ്ണുങ്ങളല്ലേ, ഭർത്താവില്ലാതൊക്കെ ജീവിക്കല്ലേ, പല അവിഹിതങ്ങളും ഉണ്ടായിരിക്കും. അതാണ്ടായിരിക്കും. അല്ലാതപ്പം എങ്ങനെ തീയില്ലാതെ പുക ഉണ്ടാവില്ലല്ലോ എന്ന് പല സംസാരങ്ങളും വരും. എല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കുകയാണ്. പക്ഷേ മുനീറത്തിയുടെ സങ്കടം അതാലായിക്കുമ്പോൾ അതിലേറെയാണ്. എന്തായാലും പഠിച്ചോനെ, നീ കാത്തു രക്ഷിക്കണേ. എല്ലാ ഷെറിനെ തൊട്ടും ഓരോന്നോരോന്ന് എങ്ങനെ ഇതൊക്കെ അറിഞ്ഞോന്നാവോ, പരമരഹസ്യമായിരിക്കണം എന്നായിരുന്നു. ഉമ്മയോട് ചോദിച്ചു നോക്കണം. ഉമ്മ, എന്താ മോളെ? ഉമ്മ, നവാസുമായിട്ട് ഉള്ള വിവാഹത്തിൻ്റെ കാര്യം ഉമ്മ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? മോളെ, പറഞ്ഞിട്ടൊന്നുമില്ല. ഇന്നലെ ഇപ്പോൾ ഇവിടെ ആ കുഞ്ഞിമുത്താത്തൊന്ന് വന്നു. അവർ വന്നപ്പോൾ പിന്നെ പറഞ്ഞു, മക്കളെ കാര്യത്തിലൊക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആക്കണമല്ലോ, മൂത്തോളുടെ ഇല്ലെങ്കിലും രണ്ടാമത്തോളങ്ങളൊന്ന് കെട്ടിച്ച് വിടാൻ നോക്കി, ചെക്ക നമ്മളെടുത്തുണ്ട് എന്നൊക്കെ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, താത്ത മൂത്തോളുടെ തന്നെ ഏകദേശം ഇപ്പോൾ ഇവിടെ റെഡിയായ മട്ടാണ്. ഇനി ഇൻഷാ അല്ലാ വന്നിട്ട് വേണം, വന്നിട്ടൊക്കെ കണ്ടിട്ടൊന്നുമില്ലേ? അതിന് മുമ്പേ ഉറപ്പിച്ചത് അല്ല, പുതിയാപ്പിള കണ്ടിട്ടൊന്നുമില്ല, ഉറപ്പിച്ചിട്ടൊക്കെ വേണം ഇൻഷാ അല്ലാ. അതെങ്ങനെയടി, കെട്ടിക്കാത്ത ചെക്കന്മാരെ കിട്ടിയോ? ഇല്ല, ഭാര്യ ഉണ്ട്. ഭാര്യ ഓനോട് വലിയ ഒരു സുഖത്തിലല്ല, ഓള് തെറ്റിപ്പോയിക്കണ്. പിന്നെ 2 മക്കളുണ്ട്. അതന്നെ, കുറച്ചൊന്നുണ്ട് വയസ്സേറിയാലേ
പിന്നെ കുട്ടികളും മക്കളുള്ളവരൊക്കെ തന്നെ പറ്റുള്ളൂ. ഞാൻ കുഞ്ഞു മുത്താത്താനോട് അതേ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല. സൗദ മനസ്സിൽ വിചാരിച്ചു, മതിയല്ലോ, എല്ലായിടത്തും എത്താനൊരു ഏതുമായി. മോളെ, എങ്ങനെ കളവ് പറയാ? മറ്റോൾക്ക് ഒരു കല്യാണക്കാരായിട്ട് വരുമ്പോൾ മൂത്തോൾക്ക് ഉണ്ടാണ്ട് എന്ന് പറഞ്ഞാൽ അതായിട്ട് വരുമല്ലോ. ആ, അൻ്റെത് കണ്ട് കഴിയട്ടെ, എന്നിട്ട് മറ്റോളുടെ കണ്ട് ഇറക്കാം. അതോളൂ എൻ്റെ മനസ്സിലത്തെ ആഗ്രഹം. ഉമ്മ, ഒന്നും പറയണ്ടില്ലായിരുന്നു. എന്താ മോളെ, പറഞ്ഞു വെച്ചിട്ട് എന്താ? നമ്മളിത് കള്ളത്തിനും കാട്ടില്ലല്ലോ. ഹലാലായ രീതിയിൽ നല്ല രീതിയിലാണ് നമ്മളിത് നടത്തുന്നത്. പിന്നെ എനിക്കെന്താ ഇത്ര ബേജാറ്? നമ്മൾ നല്ല രീതിയിൽ മാനമര്യാദയിലാണ് തന്നെ കെട്ടിച്ചു വീഴുന്നത്. ഒരാളും പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്കെന്താ പേടിയുണ്ടോ? അവൾ ഒന്നും മിണ്ടിയില്ല. ഉമ്മ, അത് എന്താ മോളെ നീ ഇങ്ങനെ? ഒന്നുമില്ലമ്മ. മോളെ, നമുക്ക് ആദ്യത്തെ കല്യാണമാണ്, നല്ല മട്ടം പോലെ നടത്തുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. റജിനത്തെ പറഞ്ഞ എന്നോട് കേട്ടോ, അവിടെ വെച്ചൊക്കെ നമുക്ക് കല്യാണം എന്നുള്ളത്. നാളുകാരും കുറച്ച് വിളിക്കാലെന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ മോളെന്താ ഇല്ലാതാക്കണം എന്നാണ് പറയുന്നത്? അല്ലുമ്മ, അങ്ങനെയല്ല. അവൾക്ക് സത്യം പറഞ്ഞാൽ പേടിയുണ്ടായിരുന്നു. മറ്റാരെയുമല്ല, സത്താറിനെ. സത്താർ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്നുള്ള കാര്യത്തിൽ അവൾക്ക് ഭയമുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ സ്റ്റോറി നിങ്ങൾക്കൊരിക്കലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഒരിക്കലും മുടങ്ങാതെ നമ്മുടെ സൗദിയുടെ നിക്കാഹ് നടത്തണമെന്നാണ് നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ അടിപൊളിയായിട്ട് നടക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യണേ, പിന്നെ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പരസ്പരം ദുആ ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മുത്തുമണികൾക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പറ്റുന്നുള്ളവരെ ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.